ഇന്നലെ വൈകിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ വഴിയരികിലുണ്ടല്ലോ നല്ല പച്ചക്കറികളൊക്കെ വിൽക്കാൻ കൊണ്ടുവരും ആൾക്കാരെ. അത് വീട്ടിലെ പച്ചക്കറികളാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോഴേക്കും നല്ല നാടൻ പാവയ്ക്ക കണ്ടു. എനിക്ക് പാവയ്ക്ക കണ്ടു കഴിഞ്ഞാൽ മേടിക്കാതെ വരാൻ പറ്റത്തില്ല, കാരണം അത്രയും ഇഷ്ടമാണ് എനിക്ക് പാവയ്ക്ക. ശരിക്കും എനിക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാനാണ് ഇഷ്ടം. നല്ല രസമല്ലേ അതിൻ്റെ ആ പച്ച പാവയ്ക്കൊക്കെ ഇരിക്കുന്നത് കാണാൻ. ഇതിപ്പോൾ ഇച്ചിരി അധികം പച്ചയില്ല എങ്കിലും നല്ല പച്ച പാവയ്ക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് മേടിച്ചിരിക്കും. അപ്പം പാവയ്ക്ക നമ്മൾ എവിടുന്ന് മേടിച്ചു കൊണ്ടുവന്നാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, 1 മണിക്കൂറെങ്കിലും നമ്മളത് മിനിമം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിരിക്കണം, എങ്കിലേ അതിൻ്റെ കെമിക്കൽസും വിഷാംശവും എല്ലാം മാറത്തുള്ളൂ. അതിനുശേഷം പാവയ്ക്കാൻ നമ്മൾ നന്നായിട്ട് അത് വട്ടത്തി കണ്ടിച്ചെടുത്ത ശേഷം നമുക്ക് നീളത്തിലരിയാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ അരിഞ്ഞെടുത്തതാണ് ഇത്. അപ്പം നമ്മൾ അതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളെ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്, എന്ന് വെച്ചാൽ അത് പിടിക്കത്തില്ല. കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞെരടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നാൽ മാത്രമേ എല്ലായിടത്തും അത് അതിൻ്റെ ആ പിടിക്കത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ വിനാഗിരിയുടെയും മഞ്ഞളിൻ്റെയും ഉപ്പൊക്കെ നല്ലതായിട്ട് പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലും അതിലെല്ലാം നല്ല പിടിച്ച് നമുക്ക് ആ ടേസ്റ്റ് തോന്നിക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി നമ്മൾ പൊളിക്കുമ്പോൾ ഉണ്ടല്ലോ എളുപ്പമാണ്, 2ആയിട്ട് പൊളന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വെളുത്തുള്ളി പൊളിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പച്ചമുളക് ഞാൻ ഈ രീതിയിലാണ് ചില ആൾക്കാർ നീളത്തിൽ 2ആയിട്ട് അരിയും, ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞത്. എന്നു വെച്ചാൽ എനിക്ക് ഇച്ചിരി ചെറുതായിട്ട് അരിയുന്ന ഇഷ്ടം, അതുകൊണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് നമ്മൾ ഇഞ്ചി വേണം. ഇഞ്ചി നമ്മൾ ഇച്ചിരി ഏറെ എടുത്ത് നന്നായിട്ട് ഇഞ്ചി അച്ചാറിനൊക്കെ ചേർക്കാൻ നേരം നമ്മൾ നന്നായിട്ട് കുഞ്ഞായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി പൊടിഞ്ഞിരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ചുമ്മാ കണ്ടമാനം ചതച്ചൊന്നും ഇടരുത്, ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കടുകും ഉലുവയാണ്. അത് നമ്മൾ സാധാരണ അച്ചാറിന് എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ. അപ്പം നമ്മൾ ഇതുപോലെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തേക്കുന്നത് കേട്ടോ. ഈ ചീനച്ചട്ടിക്കകത്ത് നമ്മൾ ചൂടായി വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഈ വെള്ളം വറ്റാൻ വേണ്ടി നമ്മളൊന്ന് ചെരിച്ച് പിടിച്ചാൽ മതി, പെട്ടെന്ന് ഇരുമ്പ് ചീനച്ചട്ടിയുടെ വെള്ളം പറ്റിപ്പോയി എന്ന്. എന്നിട്ട് ഞാൻ ഇന്ന് പച്ച വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ചില സമയത്ത് നമ്മുടെ നാടൻ എന്താ പറയുക, നമ്മുടെ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. പാവയ്ക്കായ്ക്ക് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ വെളിച്ചെണ്ണ നമ്മൾ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉലുവ ഇട്ടാൽ മതി. ഒരുപാട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് തോന്നിക്കും. അത് കാരണം അത് പാവയ്ക്കായും കയ്പ്പായതുകൊണ്ട് എല്ലാം കൂടെ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇച്ചിരി ഉലുവയും ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മൂപ്പിക്കുക. പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇച്ചിരി നന്നായിട്ട് വഴന്ന് വന്ന പാവയ്ക്ക ആയതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് വഴത്തണം. ഇത് നന്നായിട്ട് വഴന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കറിവേപ്പില നേരത്തെ ഇടരുത്. കറിവേപ്പില എപ്പോഴും ഇത് കഴിഞ്ഞ ശേഷം ശകലം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ കറിവേപ്പില വഴന്ന് പോയി കഴിഞ്ഞാൽ അച്ചാറിന് ഒരിക്കലും കറിവേപ്പില കണ്ടമാനം വഴന്ന് കരിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇച്ചിരി പച്ചയ്ക്ക് കിടക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ വച്ചിരുന്ന പാവയ്ക്കയില്ലേ അത് നമ്മളിനകത്തിട്ട് അത് ഇടുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് നേരം, അതായത് അത് ശരിക്കും ഒരുമാതിരി അത് ഒത്തിരി വെന്തൊന്നും പോകണ്ട, കുറച്ചൊന്ന് പച്ചച്ചവ മാറി വഴഴുന്നിടം വരെ അത് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അടച്ചാൽ മാത്രം നന്നായിട്ട് വളരത്തുള്ളൂ. അടച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ കായപ്പൊടിയല്ല കട്ടക്കായ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും. കട്ടക്കായും ചെറുക്കുന്ന സമയത്ത് നമ്മളില്ലേ ഇതുപോലൊരു പാൻ അടുപ്പ് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഈ കട്ടക്കായ വിട്ട് നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഉണ്ടല്ലോ അത് പൊടിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ എടുത്ത് ചതച്ചാൽ മതി. അത് നല്ലോണം പൊടി ആയിരുന്നിട്ട് നമ്മളത് നന്നായിട്ട് തൂകുക എല്ലായിടത്തും. അതിന് ശേഷം നമ്മൾ ഈ ആദ്യം ഒന്ന് വിനാഗിരി ചേർത്തെങ്കിലും നമ്മൾ കുറച്ചും കൂടെ വിനാഗിരി വേണം. കാരണം വിനാഗിരിയൊക്കെ പാവയ്ക്കായ്ക്ക് വളരെ ആവശ്യമാണെങ്കിൽ മാത്രമേ കുട്ടികളൊക്കെ കൂട്ടത്തുള്ളൂ. അപ്പം നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ കുറച്ച് തിളപ്പിച്ച് ചേർക്കണം, ഇച്ചിരി കോൺസെൻട്രേറ്റ് ആകാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ അതിന് ഇച്ചിരി ഒന്ന് നല്ലൊരു കടുപ്പം കൂട്ടിക്കിട്ടും വിനാഗിരിക്ക്, അതിന് വേണ്ടിയാണ്. അപ്പം വിനാഗിരി ഇച്ചിരി കുറച്ചുകൂടെ എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച് ചേർക്കുക. അതിനുശേഷം ഞാനിവിടെ ആപ്പിൾ സിഡർ വിനെഗർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ശകലം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചൊരു 5-10 മിനിറ്റ് വെക്കുക. നല്ല നമുക്ക് ടേസ്റ്റുള്ള പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എടുത്ത് നമ്മൾ പാത്രത്തിൽ സൂക്ഷിക്കുക.